CR Media Tech എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ടക്ക് ട്രാവൽ കുക്ക് ഇതാണ് നമ്മുടെ അപ്രോച്ച്. ഹലോ ഫ്രണ്ട്സ്, CR Media Techന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, അത് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവമായ കച്ചോരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. കച്ചോരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ ഇടുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോക്കിയെടുത്തിട്ട് നിങ്ങളത് ചെയ്യണേ. ഇപ്പം നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൽ വലിയ ഉരുളക്കിഴങ്ങ് 3 എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില നൈസായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ ജീരകം മെയിനാണ്. പിന്നെ ഒരു പച്ചമുളകും. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിലേക്ക് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ടയും, നമുക്ക് ആവശ്യത്തിന് ഉപ്പും. ഇത് നമുക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ജോയിൻ ചെയ്തെടുക്കണം. ഈ എണ്ണ അല്ല അത് മാവ് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്നിട്ട് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കാവൂ. ഇപ്പോൾ എണ്ണ ഞാനതിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ജോയിൻ്റാക്കി വെച്ചിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് ജോയിൻ്റ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസ് വേണം, ചപ്പാത്തിയേക്കാളും കുറച്ച് ലൂസ് വേണം. പിന്നെ അത് നമ്മൾ നല്ല മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇടിച്ച് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഇതേ പരുവത്തിലാവുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ച് എണ്ണ മുകളിൽ തടവിയിട്ട് നന്നായിട്ട് അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കത് തടവിന് ശേഷം ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ അടച്ചു വെച്ച ഗ്യാപ്പിന് നമുക്ക് പോയിട്ട് കച്ചോരിക്ക് വേണ്ട ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക. ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമുക്ക് ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ ഉള്ളി. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഉള്ളി അത് ഇതേപോലെ അരിഞ്ഞിട്ട് ഇതേ സൈസിൽ ചെയ്താൽ മതി. അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലുള്ളത്, അത് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന്. ഇപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ആവറേജ് ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം, ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ നന്നായിട്ട് അത് കുറച്ചുകൂടി ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അതിലിട്ടിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കണം. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ്റാക്കി ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില അതിൻ്റെ മുകളിൽ നമുക്ക് ഇടണം. കുറച്ചും കൂടി ഉപ്പ് പോരാൻ തോന്നി, അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക, കറക്റ്റ് ഉപ്പ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ച് ഇനി മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാനൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടാവും. ഏതാണ്ട് 30 മിനിറ്റ് ആയിട്ട് കണ്ടോ, ഇതേപോലെ എൻ്റെ കയ്യിൽ വന്നില്ലേ, ഈ പരുവത്തിൽ തന്നെ എടുക്കണേ. ആ എണ്ണയോട് കൂടിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊട്ടാതെ ഇങ്ങനെ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ടത് കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് കറക്കി നമുക്ക് വേറെ മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക്. ഇപ്പോൾ ഇത്രയും അളവ് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു വലിയ ക്വാണ്ടിറ്റി എടുത്തു എന്നുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇതേപോലെ കയ്യിലിട്ട് റൗണ്ടാക്കിയ കറക്റ്റ് റൗണ്ടിൽ വന്നു. ഇനി നമ്മുടെ ഫില്ലിങ്സ് നമുക്ക് ബോളാക്കി വയ്ക്കാം. ഇതേപോലെ ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാവ് ഒന്നുകൂടി കയ്യിലിട്ട് കറക്കി, ഞാൻ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് റൗണ്ട് പരത്തിയെടുക്കുക കയ്യിലിട്ടിട്ട്. വളരെ സിമ്പിളാണ്,
പെട്ടെന്നാവും. എന്നിട്ട് ഈ ബോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മുടെ ബോളുകൾ നമുക്ക് ജോയിൻ്റ് ആക്കിയിട്ട് എടുക്കാം. കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെ റൗണ്ടാക്കി കറക്റ്റ് റൗണ്ടിലിരിക്കും കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ ബോളുകൾ മാറ്റി വയ്ക്കും. ഞാൻ അടുത്ത ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് സൈഡ് ചേർത്ത് ഒട്ടിക്കുക. എന്നിട്ട് ബോൾ നമ്മൾ ഉരുട്ടിയൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. സൂക്ഷിച്ച് ചെയ്താൽ ബളിച്ച് ചെയ്ത് പോവാതെ കിട്ടും. എന്നിട്ട് കയ്യിൽ ഇതേപോലെ വെച്ച് അമർത്തി നമ്മളൊരു ആവറേജ് വട്ടത്തിലെടുക്കുക. ഇതാണ് നമ്മുടെ കച്ചൂരിയുടെ മാവിൻ്റെ ഇത് ഫില്ലിങ്സ് വെച്ചുള്ള പരുവം. ഉണ്ടോ? ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് അതിന് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ആക്കാൻ പറ്റില്ലെങ്കിൽ പറ്റുന്ന പരുവത്തിൽ നിങ്ങളതാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ എണ്ണ തടവിയിട്ട് അപ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരവരുടെ ആവശ്യത്തിനുള്ള അളവിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിതൊക്കെ ഏതാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്കൊരു പാന് വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. കണ്ടോ, ഇട്ടിട്ടുണ്ട്. ഇത് മെല്ലെ കയറി ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. കുറച്ച് ആ ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് മെല്ലെ, ഹൈ ഫ്ലെയിം വേണ്ട, മെല്ലെ വെന്ത് വന്നാൽ മതി. അത് കറക്റ്റായിട്ട് കയറി വരും. അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാതെ തന്നെ വരും. കണ്ടോ, ഇതേപോലെ വരും. ഇനി സൂക്ഷിച്ച് അതുപോലെ ഇനി മറിച്ചിട്ടിട്ട് അതേപോലെ എടുക്കുക. കൃത്യമായിട്ട് വരും. അത് കയറി പൊന്തി വരെ. കണ്ടോ, എണ്ണയിൽ വളരെ സ്ലോ കുക്കിങ്ങിൽ ഇങ്ങനെ വന്ന് ഇനി മറിച്ചിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇത് വളരെ നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. നമുക്ക് കഴിക്കാവുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. ഇനിയിപ്പോൾ 4 മണിക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മളൊരു ഫുഡ് കഴിച്ച ഫീലുണ്ടാവും. നമ്മൾ പപ്സും മറ്റ് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കാം. ഇതേപോലെ മുരിച്ചെടുക്കാം. കേട്ടോ, നല്ല സ്മെല്ല് തന്നെ വരും അതിൻ്റെ പുറത്തേക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തെടുക്കുക. കണ്ടോ, വളരെ അത്ര റിസ്ക്കി ഒന്നുമല്ല. അങ്ങനെ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചു വിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കച്ചൂരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല സ്മെല്ലാണ് വരുന്നത്. കണ്ടോ, അത് പൊട്ടിച്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് വരുന്നത്. മല്ലിയില, ജീരകമാണ് ബേസിൽ അതിൻ്റെ മണം. അപ്പോൾ നല്ല സ്മെല്ലായിട്ട് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നന്നായിട്ട് എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. Yeah.